തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇന്ന് വലിയ നോമ്പിന്റെ 5-ാം ദിനം. വിചിന്തനത്തിനായി ചെയ്യേണ്ട വചനഭാഗം വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 8 മുതൽ 12 വരെയുള്ള വാക്യങ്ങളാണ്. വിശ്വാസികൾക്ക് വലിയ ധൈര്യവും അതോടൊപ്പം ഗൗരവമേറിയ ഒരു മുന്നറിയിപ്പും നൽകുന്നതാണ് ഈ സുവിശേഷ ഭാഗം. ക്രിസ്തുവിനെ പരസ്യമായി ഏറ്റുപറയുകയും യേശു പറയുന്ന, മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്നവനെ ദേവദൂതന്മാരുടെ മുൻപിൽ മനുഷ്യപുത്രനും ഏറ്റുപറയും. ക്രിസ്തുവിനെ ഏറ്റുപറയുക എന്നത് വെറും വാക്കുകളിലല്ല, മറിച്ച് നമ്മുടെ പ്രവൃത്തികളിലൂടെ ക്രിസ്തുവിനെ മറ്റവർക്ക് കാണിച്ചു കൊടുക്കുക എന്നതാണ്. വീണ്ടും വചനത്തിൽ നാം കാണുന്നു, പരിശുദ്ധാത്മാവിനെതിരായ ഭൂഷണം പറയുന്നവനോട് ക്ഷമിക്കപ്പെടില്ല എന്ന്. ദൈവത്തിന്റെ കാരുണ്യത്തെയും പാവമോചനത്തെയും മനഃപൂർവ്വം നിരസിക്കുന്നതും ദൈവം നൽകുന്ന രക്ഷയുടെ വാതിൽ താനെ കുട്ടി അടയ്ക്കപ്പെടുന്ന അവസ്ഥയാണ്. എളിമയോടെ ദൈവത്തിലേക്ക് മടങ്ങി വരുവാൻ നാം തയ്യാറാകണം. മർദ്ദനങ്ങളുടെയോ പീഡനങ്ങളുടെയോ മുൻപിൽ എന്തു പറയണമെന്ന് ആകുലപ്പെടേണ്ടതില്ല എന്ന് യേശു ഉറപ്പു നൽകുന്നു. ആവശ്യമായത് പരിശുദ്ധാത്മാവ് ആ സമയത്ത് നിങ്ങളെ പഠിപ്പിക്കും എന്ന്. ഏത് പ്രതിസന്ധികളും വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന നിമിഷങ്ങളിൽ നാം ഒറ്റയ്ക്കല്ല എന്ന വലിയ സത്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ബുദ്ധിപരമായ വാദങ്ങളെക്കാൾ ഉപരിയായി ദൈവത്തിലുള്ള പൂർണ്ണമായ ആശ്രയത്വമാണ് നമുക്ക് വേണ്ടത്. ദൈവം നമുക്ക് വേണ്ടി സംസാരിക്കുകയും പരിശുദ്ധാത്മാവിന്റെ സ്വരം ശ്രവിക്കുവാനും ദൈവത്തിന്റെ സാക്ഷികളായി ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.